ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വൃശ്ചികത്തിലെ കാർത്തികയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാലയാണ് ഇന്ന്. ഏട്ടൻ്റെ പെങ്ങളെ കൊണ്ടുവന്നേക്കുന്ന ചക്കുളത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും ചക്കുളത്തുകാവിലെ പൊങ്കാല ആഘോഷിക്കാനും കാണാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടാറുണ്ട്. ഈ വർഷവും നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. നല്ല മഴയായിരുന്നു. ഇപ്പോൾ രാവിലെ 7 മണി ആവാറായി, എന്നിട്ടും മഴ തോർന്നിട്ടില്ല. അങ്ങനെ നമ്മൾ രാവിലെ റോഡിലേക്കൊന്നിറങ്ങി. എല്ലാവരും കലം കമഴ്ത്തി വെച്ച് മഴ തോരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അമ്മയിലുള്ളൊരു വിശ്വാസം. പല നാടുകളിൽ നിന്ന് വരുന്നവരാണ് എല്ലാവരും. അപ്പോൾ പലരും ഒരുക്കി തുടങ്ങി. മഴയൊന്നും നിന്നിട്ടില്ല, എങ്കിലും നിൽക്കും, മഴ തോരുമെന്നൊരു വിശ്വാസത്തിൽ എല്ലാവരും പൊങ്കാലയ്ക്കെല്ലാം ഒരുക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ തോർന്നു. അമ്മ അനുഗ്രഹിച്ചു. വിളിച്ചുചൊല്ലി പ്രാർത്ഥന തുടങ്ങി അമ്പലത്തിൽ. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ. പൊങ്കാലയ്ക്കെല്ലാം റെഡിയാക്കി. അപ്പോൾ അത് എല്ലാവരും റെഡിയായി അടുപ്പ് കത്തിക്കാനായിട്ട്. പ്രാർത്ഥനയാണ്, പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. അടുത്ത ചടങ്ങെന്ന് പറയുന്നത് അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി ദൂരമൊന്നും പോയില്ല, നമ്മുടെ ആ ഒരു പരിസരത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. ഒത്തിരി ദൂരെ പോയി കഴിഞ്ഞാൽ മഴയായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോഴത്തേക്കിനും അടുപ്പ് കത്തിക്കും. അപ്പോൾ നമുക്ക് കണ്ണൊക്കെ നീറി നല്ല ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു വരാൻ. അതുകൊണ്ട് അധികം ദൂരമൊന്നും ഇപ്രാവശ്യം പോയില്ല. നമ്മൾ ഈ കാണുന്ന ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും കഴിഞ്ഞ വർഷം വരെയും പൊങ്കാല ഉണ്ടായിരുന്നു. നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല, അതേപോലെ പൊങ്കാല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഴ കാരണമായിരിക്കണം ഇത്രയും കുറവ്. എന്തായാലും അവരവരുടെ വീടുകളിലൊക്കെ ഇടുന്നുണ്ടായിരിക്കും. ഇവിടെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. നമുക്ക് പതുക്കെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ അടുപ്പ് കത്തി പുകയൊക്കെ ആയി, പിന്നെ അങ്ങോട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഇപ്പോഴേ വീട്ടിലോട്ട് പോകാം. പിന്നെ അവിടെയും ഉണ്ട് പൊങ്കാല. ചേച്ചിയുടെ കുഞ്ഞും ചേച്ചി ഇടുന്നുണ്ട്. അപ്പോൾ അവളുടെ ആദ്യത്തെ പൊങ്കാലയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനീ പുകയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എനിക്ക് ശ്വാസം മുട്ടലുണ്ട് കുറച്ച്. നമ്മൾ സാധാരണ ഒരാൾ അടുപ്പ് കത്തിക്കുന്ന പോലെ അല്ലല്ലോ, ഇത്രയും പേരും കൂടെ ഒരുമിച്ച് കത്തിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുക ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പൊങ്കാല. നാത്തോനും നാത്തോൻ്റെ മോളും കൂടെയാണ് ഈ വർഷത്തെ നമ്മുടെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് മഞ്ജു. ഇവരെ രണ്ടുപേരും നൂറേക്കലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മഞ്ജു ചേച്ചിയുണ്ട് ഈ വർഷത്തെ നമ്മുടെ പൊങ്കാലയ്ക്ക്. അങ്ങനെ പൊങ്കാല തെളിക്കാനുള്ള അമ്മയുടെ എഴുന്നള്ളത്താണ്. കൊറോണ വരെ ജീവതയിലായിരുന്നു എഴുന്നള്ളിക്കൊണ്ടിരുന്നത്. ഇപ്പം കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ബിംബത്തിൽ എഴുന്നള്ളിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ നമ്മുടെ പൊങ്കാല പായസത്തിലും തളിച്ചു. അമ്മ അത് സ്വീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് പായസം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനി ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്ന് സന്ധ്യയ്ക്ക് കാർത്തിക സ്തംഭം കാണാം അമ്പലത്തിലേക്ക്. അപ്പോൾ നേരം സന്ധ്യയായി. ഞങ്ങളിത് അമ്പലത്തിലെത്തി. സ്തംഭം കാണാനായിട്ട് വന്നു. നല്ല തിരക്കുണ്ട്, മഴയാണ് കേട്ടോ. സ്തംഭത്തിന് തിരി കൊളുത്തി. ഇവിടുത്തെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യുന്നില്ല, എല്ലാവരും വരുന്നുണ്ട്. മഴയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്തംഭം കത്തിത്തീരുന്നതോടുകൂടി ഇന്നത്തെ കാർത്തിക മഹോത്സവം, ഈ വർഷത്തെ കാർത്തിക മഹോത്സവം കഴിയാണ്. ഈ വർഷവും വന്ന് ഇതൊക്കെ കാണാനും ആഘോഷിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.